മക്കളെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ടീച്ചർ പുതിയൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കേൾക്കണ്ടേ ആ കഥ? അതൊരു സൂത്രത്തിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാണണ്ടേ? അതിനു മുമ്പ് എല്ലാവരും കണ്ണടക്കണം. അടച്ചോ? എല്ലാവരും കണ്ണടച്ചോ? മക്കളെ, ഇനി എല്ലാവരും ഒന്ന് കണ്ണു തുറന്നേ. ഇതെന്താ? ഇതാരാ? പട്ടിക്കുട്ടിയോ? പട്ടിക്കുട്ടിയല്ലേ? ഇവൻ്റെ പേരറിയോ? എന്താ ഇവൻ്റെ പേരെന്നറിയോ? ഇവൻ്റെ പേരാണ് ടുട്ടു. ടുട്ടു ഒരു പാവം പട്ടിക്കുട്ടിയാ. വികൃതിയൊന്നുമില്ലാത്ത ഒരു പാവം. ഒരു ദിവസം ടുട്ടു ഓടിച്ചാടി കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. എന്താണത്? ആരോ കരയുന്നു. ടുട്ടുവിന് സങ്കടമായി. ആരായിരിക്കും അത്? ആരായിരിക്കും? പൂച്ചയാണോ? ആണോ? ഇതാരാ? ഇത് കോഴിക്കുഞ്ഞാണല്ലേ? ഒരു കോഴിക്കുഞ്ഞ് കരയുന്നു. ടുട്ടുവിന് സങ്കടമായി. അവൻ ഓടി അവളുടെ അടുത്തെത്തി. എന്നിട്ട് അവൻ ചോദിച്ചു. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്താ ചോദിച്ചിട്ടുണ്ടാവുക? കോഴിക്കുഞ്ഞേ, കോഴിക്കുഞ്ഞേ, എന്തിനാ എന്തിനാ കരയുന്നത്? അപ്പോ കോഴിക്കുഞ്ഞ് എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ ആരുമില്ല, എനിക്ക് പേടിയാകുന്നു. നീയാണോ എൻ്റെ അമ്മ? എൻ്റെ അമ്മയല്ലേ നീ? അപ്പോൾ ടുട്ടു എന്താ പറഞ്ഞിട്ടുണ്ടാവുക? അയ്യോ, ഞാനല്ല. എനിക്ക് 4 കാലുണ്ട്, ചിറകുകൾ ഇല്ല. അപ്പോഴാണ് കോഴിക്കുഞ്ഞ് നോക്കിയത്. ശരിയാണല്ലോ, എനിക്ക് 2 കാലുകളേ ഉള്ളൂ, 2 ചിറകുമുണ്ട്. കോഴിക്കുഞ്ഞിനോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം, വരൂ എന്ന് പറഞ്ഞ് ടുട്ടു അവളെയും കൂട്ടി നടന്ന് നടന്ന് പോകുമ്പോൾ അതാ മരക്കൊമ്പിലൊരു കാക്കച്ചി. കാക്കച്ചിയെ കണ്ടതും കോഴിക്കുഞ്ഞിന് സന്തോഷമായി. എൻ്റെ അമ്മ, എൻ്റെ അമ്മ. അവള് വിളിച്ചു കൂവാൻ തുടങ്ങി. അപ്പോൾ ടുട്ടു പറഞ്ഞു, അയ്യോ, അതല്ല, അതാരാ? അത് കാക്കച്ചിയാണ്. കാക്കച്ചിക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റൂല അല്ലേ? കോഴിക്കുഞ്ഞ് സങ്കടത്തോടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് ചിറകുണ്ട്, നിനക്ക് പറക്കാൻ പറ്റും, കാക്കച്ചിയെ പോലെ പറ്റില്ല. അപ്പോൾ സന്തോഷമായി. കോഴിക്കുഞ്ഞിനോട് പട്ടിക്കുട്ടി പറഞ്ഞു, എന്താ നമ്മളെ പട്ടിക്കുട്ടിയുടെ പേര് ഓർമ്മയുണ്ടോ? ടുട്ടു. ടുട്ടു പറഞ്ഞു, നമുക്ക് അമ്മയെ എന്തായാലും കണ്ടുപിടിക്കാം, നിന്നെ ഞാൻ സഹായിക്കും. അങ്ങനെ ടുട്ടു കോഴിക്കുഞ്ഞിനെയും കൂട്ടി നടന്ന് നടന്ന് ഒരു കുളക്കരയിലെത്തി. കുളത്തിൽ നിറയെ കുറേ താറാവുകൾ ഇങ്ങനെ നീന്തുന്നുണ്ടായിരുന്നു. താറാവിനെ കണ്ടതും കോഴിക്കുഞ്ഞ് പറഞ്ഞു, അതല്ലേ എൻ്റെ അമ്മ, അതാ ചിറകുകളുണ്ട്, 2 കാലുണ്ട്, ഇതെന്നെ എൻ്റെ അമ്മ. അയ്യോ, അത് നിൻ്റെ അമ്മയല്ല, അത് താറാക്കുഞ്ഞളാ. അങ്ങോട്ട് പോയി വെള്ളത്തിലൊന്നും ഇറങ്ങല്ലേ, നിനക്ക് നീന്താൻ പറ്റില്ല, താറാവിന് നീന്താൻ പറ്റും. അപ്പോൾ പിന്നെ എൻ്റെ അമ്മ ആരാ? എൻ്റെ അമ്മ എവിടെയാ? കോഴിക്കുഞ്ഞിന് സങ്കടമായി. അപ്പോൾ ടുട്ടു പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമുക്ക് താറാവിനോട് ചോദിക്കാം, അവർ പറഞ്ഞു തരും. അങ്ങനെ 2 പേരും താറാവിൻ്റെ അടുത്തെത്തി.
താറാവേ, ഇവളുടെ അമ്മയെ കണ്ടോ? അപ്പോൾ താറാവ് പറഞ്ഞു, പേടിക്കേണ്ട, നിങ്ങളെ ഇവളുടെ അമ്മയുടെ അടുത്ത് ഞാൻ എത്തിക്കാം, വരൂ, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് താറാവ് ഇവർ രണ്ടുപേരെയും കൂട്ടി അങ്ങകലെയുള്ള കോഴിയമ്മയുടെ അടുത്തെത്തി. കോഴിയമ്മേ, ഇതാരാ നോക്കിയേ? കോഴിയമ്മ തിരിഞ്ഞു നോക്കുമ്പോഴോ ആരൊക്കെയാ? നമ്മുടെ ടുട്ടുവും കോഴിക്കുഞ്ഞും ഉണ്ടല്ലേ. അമ്മയ്ക്ക് കുഞ്ഞിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവൾ ഓടി വന്ന് മകളെ കെട്ടിപ്പിടിച്ചു, നിറയെ ഉമ്മ കൊടുത്തു. സന്തോഷത്തോടെ അവരെല്ലാവരും പിരിഞ്ഞുപോയി. എന്നിട്ട് ഈ കോഴിയമ്മയും കോഴിക്കുഞ്ഞും കൂടി ഒരു പാട്ട് പാടി. ആ പാട്ട് നിങ്ങൾക്ക് കേൾക്കണ്ടേ? വാ 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 കുഞ്ഞിക്കോഴി ചിക്കിച്ചികയാൻ വാ വാ വാ, വാ 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 കുഞ്ഞിക്കോഴി കൊത്തി തിന്നാൻ വാ വാ വാ, കുഞ്ഞിച്ചുണ്ടും കുഞ്ഞിച്ചിറകും എന്തൊരു ചന്തം കുഞ്ഞിക്കോഴി, കുഞ്ഞിച്ചുണ്ടും കുഞ്ഞിച്ചിറകും എന്തൊരു ചന്തം കുഞ്ഞിക്കോഴി, വാ 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 കുഞ്ഞിക്കോഴി ചിക്കിച്ചികയാൻ വാ വാ വാ, ചിക്കിച്ചികയാൻ വാ വാ വാ. നിങ്ങൾ കുഞ്ഞിക്കോഴിയുടെ കഥ കേട്ടില്ലേ? ടുട്ടുവിൻ്റെയും കുഞ്ഞിക്കോഴിയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആരെയാണ്? ടുട്ടുവിനെയോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ടുട്ടുവിനെ ഇഷ്ടമായത്? ടുട്ടു കുഞ്ഞിക്കോഴിയെ സഹായിച്ചു അല്ലേ? നിങ്ങളും അതുപോലെ എല്ലാവരെയും സഹായിക്കണേ.